അന്ന് ഞങ്ങളൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ടാട്ടോ നമ്മുടെ വ്ളോഗൊന്നും വരാഞ്ഞത്. അപ്പോൾ എല്ലാവരോടും ഹാപ്പി വിഷു. അപ്പോൾ നമ്മളെ ദിവസത്തെ വ്ളോഗാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ട്രിപ്പിൻ്റെ വ്ളോഗാട്ടോ. ഹലോ എവരി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ട്രിപ്പിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിൽക്കാനോ ഒക്കെ പോകുന്ന സമയമായിരിക്കും. അവർ എന്നെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നേ, ആദ്യമൊക്കെ വ്ളോഗ് ഇടുന്ന സമയത്ത് വീട് കോഴിക്കോട് ബീച്ച് ഇത് മാത്രമേ വ്ളോഗിൽ ഉണ്ടാവുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോഴിക്കോട് ബീച്ചിൻ്റെ വ്ളോഗ് ഇടയിൽ ഇപ്പോൾ കുറേ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ദൂരത്തേക്കൊന്നും ട്രിപ്പ് പോകാനുള്ള ഒരു സാഹചര്യത്തിലായിരിക്കില്ല, അതുകൊണ്ടാണ് നമ്മൾ ട്രിപ്പൊന്നും പോകാഞ്ഞത്. പിന്നെ ഒന്നാമത് കല്യാണം കഴിയുന്നതിന് മുന്നേ നമ്മൾ കുറേ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ആ പ്ലാനിങ് ഒന്നും നടക്കാറില്ല. അതുകൊണ്ട് ചെയ്യുന്ന ആ പരിപാടിയെ കണ്ട് നിർത്തി. പിന്നെ നമുക്കിവിടെ അടുത്തുള്ളത് ബീച്ചാണല്ലോ, കോഴിക്കോട് ബീച്ച് മാത്രമല്ല കേട്ടോ, ബേപ്പൂരി ചാലിയം ബീച്ചൊക്കെ ഉണ്ട്. പിന്നെ അവിടെയൊക്കെ തന്നെയാണ് പോവാറ്. പിന്നെ കോഴിക്കോട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, പക്ഷെ നമുക്ക് പിന്നെ ബീച്ചിലിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുക, ആ ഒരു വൈബാട്ടോ. അല്ലാതെ ബീച്ച് കാണാൻ പോകുന്നൊന്നുമല്ല, അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ പോകുന്നതാണ്. നമ്മൾ പോകുന്നത് വയനാട്ടിലോട്ടാണ്. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഊട്ടിയായിരുന്നു കേട്ടോ. പ്ലാനിങ് എന്ന് പറയുമ്പോൾ 2 ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്, പക്ഷെ ആ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അത് നടന്നില്ല. അപ്പം നമ്മൾ ഇത്താത്താരൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് അവരൊക്കെ ഒഴിഞ്ഞു. അപ്പം എനിക്ക് ആദ്യം പറയുന്നുണ്ടായിരുന്നു വിഷുവിന് ലീവ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും നാട്ടിലേക്കാണ് പോകൽ. അപ്പം ഇപ്രാവശ്യം നമ്മൾ പെരുന്നാൾക്ക് പോയതുകൊണ്ട് തന്നെ വിഷു ഉടനെ തന്നെ വരുന്നതുകൊണ്ട് നമ്മൾ ഇനിയും വീട്ടിലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഊട്ടിയിൽ പോകാമെന്ന് പ്ലാൻ ചെയ്യാൻ കാരണം നമുക്കവിടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേറെ എന്തോ ഒരു ഇഷ്യൂ കാരണം എന്നിട്ട് ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഊട്ടി തന്നെ പോകാമെന്നുള്ളത്. കാരണം വയനാട് നമ്മൾ 2-3 വട്ടം പോയിട്ടുണ്ട്. ഇതുവരെ വയനാട് ഫുള്ള് കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ 2-3 വട്ടം പോയിട്ടുണ്ട്. പക്ഷേ റിസോർട്ട് എടുത്ത് നിൽക്കുന്നത് 2ാമത്തെ വട്ടം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ പോയിട്ട് റിസോർട്ട് എടുത്ത് അടിച്ചു പൊളിച്ച് വന്നല്ലോ. ഇപ്പോൾ 2ാമത്തെ വട്ടമാണ് നമ്മൾ ഇതുപോലെ റിസോർട്ട് എടുത്ത് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ റിസോർട്ടിലാട്ടോ എത്തിയിട്ടുള്ളത്. ട്രിപ്പ് പോകുന്നതിൻ്റെ രാവിലെയാണ് വയനാട് ഫിക്സ് ചെയ്തത്. കാരണം വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഊട്ടിക്ക് വെച്ച് പിടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചു തന്നെ. പിന്നെ അവിടെ റൂം കിട്ടാൻ നമുക്ക് എങ്ങനെയാണ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ പിന്നെ വയനാട് തന്നെ ഫിക്സ് ചെയ്തു. പക്ഷേ ഇൻഷാല്ലാ നമ്മൾ രാവിലെ വിളിച്ച് ഒരു റിസോർട്ട് ബുക്ക് ചെയ്ത്, അവിടെ ഒരു വില്ല കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2 റൂം, ഒരു ഡൈനിങ് ഹാൾ, അതൊക്കെ ആട്ടോ നിങ്ങൾ മുന്നേ കണ്ടത്. അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂൾ, ആദ്യത്തെ നമ്മളെ ഈ ഒരു വില്ലൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. ഇനി വലിയൊരു സ്വിമ്മിംഗ് പൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ രാത്രിയൊക്കെ ചില്ല് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ എൻ്റെ കൂടെ ഒരു താത്ത ഉണ്ടായിരുന്നു കേട്ടോ, ബാക്കി 2 താത്താരും ഇല്ല. വയനാടാന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും അങ്ങോട്ടേക്കല്ലേ പോവാറ്, അപ്പോൾ അവിടേക്കില്ലാന്ന് അവർക്കുള്ള വർക്കിൻ്റെ ഇഷ്യൂ കൊണ്ടൊക്കെ ആയിരുന്നു അവർ കൂടെ വരാഞ്ഞത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ കാരണം ഇക്കൊക്കെ ഒരു ദിവസം ലീവുണ്ട്. കാരണം എല്ലാ ദിവസവും വർക്കാണല്ലോ, കാരണം സൺഡേ പോലും ഇക്കൊക്കെ ലീവില്ല. അപ്പോൾ വിഷുവിൻ്റെ അന്ന് ലീവ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്ന് പുറത്തൊക്കെ പോയി അടിച്ച് പൊളിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇപ്പുറം എന്താ കണ്ടില്ലേ, നല്ല മാതോളിനാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അത് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്താണ്. മാതോളിനാരൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു, പലയിടത്തും പല പേരായിരിക്കുമല്ലോ. എവിടെയോ കിടക്കുന്ന മാതോളിനാരൊക്കെ ഞാൻ ഈ ക്യാമറ കയ്യിലുള്ളത് കൊണ്ട് അത് സൂം ചെയ്ത് കാണിച്ചു തന്നാ കേട്ടോ. കണ്ടില്ലേ, ഇത്രയും ഡിസ്റ്റൻസിലാണ് ആ മാതോളിനാരൊക്കെ കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ പാർക്ക് വരുന്നുണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ റിസോർട്ട് എടുത്ത് നിൽക്കുന്നതിന് എനിക്കും വലിയ താല്പര്യമില്ല, പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ മോനുണ്ടല്ലോ, ഇങ്ങനെ പാർക്ക് അതുപോലെ തന്നെ വെള്ളം, അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ എല്ലാവരും കൂടി കളിക്കാനും ആൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം മോൻ്റെ ഇഷ്ടത്തിന് നമ്മളിനി അങ്ങോട്ട് പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മളെ ഇഷ്ടം. അങ്ങനെ ഇതാ നമ്മൾ മഗ്‌രിബൊക്കെ നിസ്കരിച്ചതിൻ്റെ ശേഷം, ഇത് നമ്മളെ വില്ല കേട്ടോ, ഫസ്റ്റത്തെ നമ്മളെ വില്ല, ഇത് 2ാമത്, അങ്ങനെ 5 വില്ലകളാട്ടോ ഈ ഒരു ഇതിലുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ ഇത് നമ്മളെ വില്ലൻ്റെ അടുത്തുള്ള പൂളാണ്, വെച്ചാൽ നമ്മളെ പൂളാണ്, നമുക്ക് വേണമെങ്കിൽ ഇതിൽ കളിക്കാം. പക്ഷേ ഞങ്ങൾ ആ വലിയ പൂളിൽ പോയിട്ടാട്ടോ കളിച്ചിരുന്നത്. പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്ന കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഓരോ വില്ലയിലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഓരോ പാർക്ക് രീതിയിലുണ്ട് കേട്ടോ. ഞാൻ മോർണിംഗിൽ എടുത്ത വീഡിയോ ഞാൻ ലാസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വന്ന് വയറ് നിറഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി. കാരണം ഇവിടെ ഗെയിം സെക്ഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് പാർക്ക് കാര്യങ്ങളൊക്കെ വരും. പിന്നെ എല്ലാവരും ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനും ഗെയിം കളിക്കാനും നിന്നില്ല. കാരണം അതിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ മോന് കാവലിരിക്കുന്നുണ്ടായിരുന്നു, ആരും ഇവിടേക്ക് പ്രവേശിപ്പിക്കൂല എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾക്ക് പ്രശ്നം വരുന്നുണ്ട്, ഇവിടെ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ പറയാം, അവരപ്പം എത്തിക്കും കേട്ടോ. അങ്ങനെ ഇവിടെ ഇന്ന് രാത്രി നല്ല ഭംഗിയുണ്ടായിരുന്നു, പിന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മളാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം 3-4 വട്ടം ഇവിടേക്ക് വന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ വയനാട് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ഇപ്പോഴും കണ്ടിട്ടില്ല. വിഷു ആയതുകൊണ്ട് 2-3 സ്ഥലങ്ങളൊക്കെ അടവായിരുന്നു കേട്ടോ നമ്മൾ പോയോടത്ത്. പിന്നെ നമ്മൾ ഇവിടേക്ക് എത്തിയ സമയത്ത് നിങ്ങൾ കണ്ടല്ലോ, നല്ല മഴയാണ്. പോകുന്ന സമയത്തും അതുപോലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ.
പിന്നെ ഇവിടേക്ക് AC ഒന്നുമില്ല കേട്ടോ നമ്മളെ റൂമിൽ, കാരണം ACൻ്റെ ആവശ്യം വരുന്നില്ല, നല്ല തണുപ്പാണ്. ഇതുവരെ ഒന്നിച്ചതിന് ശേഷം ഇതുവരെ ഊട്ടിയിലേക്ക് പോയിട്ടില്ല കേട്ടോ. ഫസ്റ്റായിട്ട് പോകുന്നത് തന്നെ അന്ന് നൈബേഴ്സ് എല്ലാവരും കൂടെ നമ്മൾ ഊട്ടിയിൽ പോയില്ലേ, അന്ന് ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടാവുമെന്ന് വിചാരിച്ചു, നമ്മളെ ചാനലിലുണ്ട്. അന്നാണ് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ഒന്നിച്ചതിന് ശേഷം ഊട്ടിയിലേക്ക് പോകുന്നത്. പിന്നെ പോയ സമയത്ത് നമുക്ക് അങ്ങനെ കാണാനൊന്നും കഴിഞ്ഞില്ല, ആകെ 2-3 സ്ഥലങ്ങളായിരുന്നു അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന 1 ഡേ ട്രിപ്പ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയായിട്ട് കാണാനും കഴിഞ്ഞില്ല. ആ സമയത്ത് മോനക്ക് പനിയായിരുന്നു, മോനക്കും ഒരു എനർജി ഇല്ല, ഞങ്ങളെ എനർജിയും പോയി. ആ ഒരു സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം കാണാൻ കഴിയാത്തത് കൊണ്ടും പിന്നെ ഈ ഒരു ക്ലൈമറ്റ് അവിടെ ഈ ഒരു സമയത്ത് നല്ല തണുപ്പെല്ലാം ഉണ്ടാവും, അപ്പോൾ ആ ഒരു ക്ലൈമറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഊട്ടി പോകാമെന്നുണ്ടായിരുന്നു. പിന്നെ ഊട്ടി പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് കേട്ടോ. കാരണം നമുക്കൊരു സ്ഥലം ഇന്ന സ്ഥലത്ത് പോകാൻ, ഇന്ന സ്ഥലത്ത് പോകാമെന്നൊരു പ്ലാൻ ചെയ്യാൻ ഒരു ഫാമിലിയും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കനോട് എനിക്ക് പോകണമെന്നുമുണ്ട്, പിന്നെ ആരെങ്കിലും ഒരാളില്ലാതെ പോകാൻ എനിക്കൊരു മടിയുണ്ട്. പൂളിൻ്റെ സൈഡിലൊരു പ്രോപ്പർട്ടി വരുന്നുണ്ട്, അത് നമ്മളൊരു വീട് പോലെ തന്നെ അഫ്ചർ ഇല്ലാത്ത ഒറ്റ നിലയായിട്ട്, അതൊരു നമ്മളൊരു 15 പേർക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വീട് കേട്ടോ. ഇനി ഇതാ ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു അഫ്ചർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു പൂളാണ്, ഒരു 30-35 ആൾക്ക് സുഖമായിട്ട് നിൽക്കുക. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അവിടെ ഒരു ഫാമിലി ഫാമിലീസ് എല്ലാവരും കൂടെ വന്ന് അടിച്ചുപൊളിയായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ഫുഡ് കഴിക്കുന്ന സമയമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ എല്ലാവരും ഗെയിമിൽ നന്നായിട്ട് മുഴുകിയിരിക്കുകയായിരുന്നു. ആ സമയത്തായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോയത്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കലും ഗെയിം കളിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പൂളിലേക്കാട്ടോ പോകുന്നത്. നമ്മൾ ഈ പൂളിൻ്റെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് AC റൂമാണെങ്കിൽ അങ്ങനെ റൂം കിട്ടും, അല്ല non-AC റൂമാണെങ്കിൽ റൂം കിട്ടും, അങ്ങനെയുള്ള റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വില്ല വേണമെങ്കിൽ വില്ല കിട്ടും, ഇനിയിപ്പോൾ പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടി കിട്ടും. അതുപോലെ തന്നെ ഹട്ട് കാര്യങ്ങൾ ഇവിടെ വരുന്നില്ല. നമ്മൾ അന്ന് പോയതിന് ഹട്ട് കാര്യങ്ങളുണ്ട്, അത് കുറച്ചൊന്ന് ബഡ്ജറ്റ് കൂടുതലാണ് കേട്ടോ ആ ഒരു റിസോർട്ടിന്. പക്ഷേ ഈ ഒരു റിസോർട്ടിന് വെച്ച് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് കുറവാണ്. പക്ഷേ പൂള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ AC ഇല്ല, ആ ഒരു വില്ലയിൽ AC കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഇതാ ഇനി നമുക്ക് പൂളിൽ എൻജോയ് ചെയ്യാം. അന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ ടീമിനും ഓരോ ടൈം പീരീഡ് വരുന്നുണ്ടാവും കേട്ടോ. ഈ ഒരു ടൈമിൽ ഈ ഒരു ഫാമിലിക്ക് ഇറങ്ങാം, ഈ ഒരു ടൈമിൽ ഈ ഒരു ഫാമിലി, നമുക്ക് ആ ടൈം വേണ്ട വെച്ചാൽ വേറെ ടൈം കാര്യങ്ങളൊക്കെ തരും എന്തായാലും. അങ്ങനെ ഓരോ സമയത്താട്ടോ. പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും കളിക്കാം, അങ്ങനെയായിരുന്നു. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ പൂളിൻ്റെ മേലിലൊക്കെ ഇങ്ങനെ പുക ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, കാരണം തണുപ്പടിച്ചിട്ടേ അങ്ങനെ തണുപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ACൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ വിഷു ആയതുകൊണ്ട് തന്നെ 12 മണി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല നമ്മൾ പൂളിൽ ഇരുന്ന് ബോൾ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂളിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അത് അപ്പുറം ഷട്ടിൽ കളി അതുപോലെ തന്നെ ഗെയിം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് രാത്രിയിലേക്ക് അവിടെ വെച്ച് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. നമുക്ക് അൽഫാമൊക്കെ വന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ഗ്രില്ല് ചെയ്ത് ഇത് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ നമ്പർ ആട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണ്. ഒരാൾക്ക് വരുന്ന ചാർജ് 750 രൂപ കേട്ടോ. എന്ന് വെച്ചാൽ 12 വയസ്സിന് മേലേക്കുള്ള കുട്ടികൾ അഡൾട്ടിലാണ് ഉൾപ്പെടുത്തുക. കിഡ്സിന് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരാൾക്ക് 750 രൂപ. ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും റിസോർട്ട് കിട്ടും. ആരെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വില്ല തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. 750 രൂപയ്ക്ക് എവിടെയും നിങ്ങൾക്ക് ഒരു റിസോർട്ട് കിട്ടില്ല. അപ്പോൾ വേഗം വിളിച്ച് ബുക്ക് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ മോർണിംഗ് ആയ സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് ഡിന്നറൊക്കെ അവൈലബിൾ ആട്ടോ. നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വില്ലൻ്റെ അടുത്ത് പാർക്ക് കാര്യങ്ങൾ വരുന്നുണ്ടെന്ന്, അതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് നേരത്തെ എണീറ്റിട്ട് 5 മണിയാകുമ്പോൾ നമുക്ക് ചുരത്തിൻ്റെ അവിടെ പോകണം എന്നുള്ള, പക്ഷെ ഒരാൾ ആ വാക്ക് പാലിച്ച്. ഞാനാ പറഞ്ഞെങ്കിലും ഇക്ക പോയിട്ടോ, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങിയോ എടുത്തുനിന്ന് എനിക്ക് എണീക്കാനേ തോന്നുന്നില്ല, കാരണം ചുറ്റും കിടന്ന് രാത്രി പടക്കം പൊട്ടലും തണുപ്പുകൊണ്ടിട്ട് ഉറങ്ങാനും കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. വീട്ടിലേക്ക് എണീക്കാൻ നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റപ്പോൾ ആൾ പോയി. അങ്ങനെ പിന്നെ ഇനി നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് കേട്ടോ. നമ്മൾ ഇവിടേക്ക് കയറേണ്ട സമയം എന്ന് പറഞ്ഞാൽ 2 മണിയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് 2 മണിക്ക് കയറുക, പിറ്റേന്ന് 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായിരുന്നു. പക്ഷെ നമ്മളിവിടെ കയറിയിട്ടുണ്ടായിരുന്ന സമയം എന്ന് പറഞ്ഞാൽ 5 മണിക്കായിരുന്നു കേട്ടോ. കാരണം ഇക്ക വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ 2:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 3 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഒരു 5 മണി ആയിട്ടുണ്ട്. കാരണം ചുരത്തുനിന്ന് ചായ കുടിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ, പിന്നെ വയനാട് ചുരത്തിലൊന്നും ഓവർ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു പിറ്റേന്ന് വിഷു ആയതുകൊണ്ട് ആരും അങ്ങനെ ട്രിപ്പ് വരലുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പിന്നെ തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു വയനാട് എന്നൂരിലേക്കാട്ടോ. അവിടെ ഇതുവരെ നമ്മൾ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ പോയി നോക്കിയ സമയത്ത് വിഷു ആയതുകൊണ്ട് തന്നെ അവിടെ ക്ലോസ്ഡ് ആട്ടോ.
അപ്പം പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. ഇതാ നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ബാണസുര ഡാമിലേക്കാട്ടോ. ഇവിടെ ചാർജ് വരുന്നത് വലിയവർക്ക് 40 കുട്ടികൾക്ക് 20 രൂപയാട്ടോ. 5 വയസ്സ് വരെയുള്ള മക്കൾക്ക് ചാർജ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ ബാണസുര ഡാമിലേക്ക് കയറിയതിന് ശേഷം ഇവിടുന്ന് നമ്മൾ ഒരു വാന് വരും. വാന് വെച്ചാൽ ട്രാവലർ വരും. അതിൽ കയറിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ട്രാവലറിന് വേറെ ടിക്കറ്റ് എടുക്കാനുണ്ടോ, വേണ്ടവർക്ക് ടിക്കറ്റ് എടുക്കുക, അല്ലാത്തവർ നടന്ന് അങ്ങോട്ടേക്ക് പോകാമെന്നുണ്ടെങ്കിൽ അങ്ങനെ നടന്നു പോകാം. ഞങ്ങൾ വാഹനത്തിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വാഹനത്തിൽ വലിയവർക്ക് 25 രൂപ വരുന്നത്, കുട്ടികൾക്ക് ചാർജ് ഒന്നും കൊടുക്കണ്ട. അങ്ങനെ ഇതാ നമ്മൾ ആ ഒരു വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ മേലെ എത്തി. അങ്ങനെ പിന്നെ ഇവിടെ നടത്താൻ കുറേ കാണാനുണ്ട്. കുട്ടികൾക്ക് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നേരം കാണാനൊക്കെയുള്ള, അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി സ്പേസ്. ഡാം ആയതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ആ തല വരെയും നമുക്ക് നടക്കാം. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് കൂടെ കേട്ടോ ഓരോരുത്തർ നടന്ന് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ട്രാവലറിൽ കയറാതെ നടന്ന് വരേണ്ടവർക്ക് വരാമെന്ന് പറഞ്ഞില്ല, ആ ഒരു ഭാഗത്ത് കൂടെയാണ് ഓരോരുത്തർ അടിയിൽ നിന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് കൂടെ നടന്ന് കയറി വരുന്നുണ്ട്. പിന്നെ ഇപ്പുറം കണ്ടില്ലേ വെള്ളവുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡാം എന്ന് പറഞ്ഞാൽ. ഇവിടെ ബോട്ട് സർവീസ്, സ്പീഡ് ബോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാർജ് വരുന്നത് സ്പീഡ് ബോട്ടിൽ 4 പേർക്ക് 1000 രൂപയാണ് വരുന്നത്. പിന്നെ 6 പേർക്ക് 2000 രൂപ അങ്ങനെയുണ്ട് കേട്ടോ. കുട്ടികളടക്കം അങ്ങനെ 4 പേര് അങ്ങനെ എന്തോ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വലിയ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വരുന്നത് 10 പേർക്ക് 1000 രൂപ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരാൾ 100 രൂപ എടുക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അതിലൊന്നും കയറാൻ, അത് ഓൺലൈൻ ബുക്കിംഗ് ആട്ടോ. ആദ്യം ഓൾറെഡി ബുക്ക് ചെയ്ത് വെക്കണം. അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചതാണ്. ഇവിടെ കണ്ടില്ലേ സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ, ആ തലക്കുന്നൊരു സ്പീഡ് ബോട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു. പിന്നെ സൂം ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ചെറുതായിട്ടൊരു ഇളക്കം പറ്റിയാൽ തന്നെ നന്നായിട്ടൊന്ന് ജെർക്ക് ചെയ്യും കേട്ടോ. അതാണ് നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ ഇളകി കാണുന്നത്. കുറേ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ലോങ്ങിൽ കിടക്കുന്ന സാധനം ഇവിടെ നിന്ന് നമുക്ക് സൂം ചെയ്ത് വീഡിയോ എടുക്കാം കേട്ടോ. അതിലിരിക്കുന്ന ആൾക്കാരെ വരെ നമുക്ക് ഇവിടെ ഇരുന്ന്, ക്യാമറൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങൾ നമ്മൾ കയ്യിലെടുക്കാത്തതുകൊണ്ടാണ് ക്യാമറയ്ക്ക് ഉണ്ടാകുന്ന ചെറിയൊരു ഇളക്കം വരെ ക്യാമറയ്ക്ക് നന്നായിട്ട് ബാധിക്കും. കാരണം സൂം ചെയ്ത് എടുക്കുമ്പോൾ കേട്ടോ. അതാണ് നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ ഇളകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. കണ്ടില്ലേ, ഇടയ്ക്ക് ബോട്ട് ഇങ്ങോട്ടേക്കോ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു എല്ലാവർക്കും ഈ ഒരു ബോട്ടിൽ കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ പോയി നിന്നു. നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറണേന്ന് തന്നെ നേരത്തെ തന്നെ ഓൺലൈനിൽ കയറി ബുക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് സ്പീഡ് ബോട്ടിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ ബോട്ട് സർവീസ് വരുന്നുണ്ട്. 10 പേർക്ക് 1000 രൂപ എന്നുള്ള രീതിയിൽ, വെച്ചാൽ ഒരാൾക്ക് 100 രൂപ എന്നുള്ള രീതിയിൽ. സ്പീഡ് ബോട്ടിന് ചാർജ് വരുന്നത് 4 പേർക്ക്, കുട്ടികളടക്കം 4 പേർക്ക് 1000 രൂപയും അതുപോലെ തന്നെ 2000 രൂപേൻ്റെ വരുന്നുണ്ട് കേട്ടോ. അത് 6 പേര് അങ്ങനെ എന്തോ ആയിട്ടാണ്. നമ്മൾ ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ടില്ല, കാരണം ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെന്ന് കേട്ടപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ വലിയ അവിടുന്ന് പോന്നു. ബോട്ട് സർവീസ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിനാട്ടോ ഇവർ ബോട്ട് എന്ന് പറയുന്നത്. ഈ കാണുന്ന സംഭവമില്ലേ, ഇതാണ് ബോട്ട്. ദൂരെ വെള്ളത്തിൻ്റെ അടുത്ത് ജീവികൾ വെള്ളം കുടിക്കാൻ വരുന്നുണ്ടെന്ന് ഇക്ക പറഞ്ഞതുകൊണ്ട് ഞാൻ സൂം ചെയ്ത് വീഡിയോ എടുത്താണ്. ഞാൻ ഐറ്റങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, കാരണം അത്രയും ലോങ്ങിൽ എങ്ങനെ കണ്ടു എന്ന് എനിക്കറിയില്ല. മാഷാ അല്ലാഹ്. ഈ ഡാമിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടിയിട്ടോ. ഇവർക്കൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഈ മരങ്ങളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ആയിട്ട് വയനാട് വരുന്നവരുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. കാരണം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. നമ്മൾ ആ വണ്ടി കയറിയിട്ട് ഡാമിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു അച്ഛൻ്റെയും അമ്മൻ്റെയും കടയിലായിട്ടോ വന്നിട്ടുള്ളത്. നല്ല മഴക്കാറുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേനും നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും കയറാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എങ്ങോട്ട് പോകണം എന്നുള്ള ഡൗട്ടിൽ ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെ നമ്മൾ പോരുന്ന വഴിക്ക് നമ്മൾ ആ സൂര്യകാന്തി സൺഫ്ലവർ തോട്ടത്തിലൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തുമ്പോൾ ഇരുടായി. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ നമ്മൾ പോരുന്ന വഴിക്കുള്ള തേയിലത്തോട്ടത്തിൽ കയറി അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. നല്ല നല്ല ഞാനിതിന് ലാസ്റ്റിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ അവിടുന്ന് അതും എടുത്തു. പിന്നെ നമ്മൾ ഇവിടെയുള്ള റോപ്പിൽ കയറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊരു ചെറിയ റോപ്പ്, അതുകൊണ്ട് തന്നെ അതിൽ കയറാൻ തോന്നിയില്ല. അത്യാവശ്യം വലിയ ടൈപ്പ് റോപ്പ് വേണം, എന്ന് വെച്ചാൽ അത്യാവശ്യം ലെങ്ത്ത് വേണം ആ റോപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രസമല്ലേക്ക് നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങുന്ന സമയത്ത് ഉമ്മനോട് ഞാൻ സംസാരിക്കാം എങ്ങോട്ടേക്കാണ് അതിന് പോകുകയെന്നില്ല. കാരണം നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ മോന് ബാക്കിൽ ഇരുന്ന് പറയാം കേട്ടോ, പപ്പ ഇവിടുന്ന് പോകണ്ട, പപ്പ നമുക്ക് ഇവിടുന്ന് പോകണ്ടെന്ന്. ഇതുവരെ മോനെ അങ്ങനെ പറയുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. നമ്മളൊന്നും ചിരിച്ചു പോയിട്ടോ ഫസ്റ്റ് ടൈം ഇത് കേട്ടപ്പോൾ. പിന്നെ 2-3 വട്ടം പറയുന്നുണ്ട് കേട്ടോ ആൾ. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലൊക്കെ ആൾക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കോണം. അധികം നേരം എവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അത് ഏകദേശം എൻ്റെ സ്വഭാവമാണ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. എവിടെ അങ്ങനെ അധികം നേരം ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ നമ്മളിതാ വയനാടൊക്കെ ഏകദേശം ഇറങ്ങി. വയനാട് ചുരത്തുമ്മൽ നമ്മൾ നിന്നപ്പോഴാണ് നമ്മൾ ആ ദൂരെ കാണുന്ന പള്ളി ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ നോളേജ് സിറ്റി കേട്ടോ. അപ്പോൾ അത് ഞാൻ സൂം ചെയ്തെടുത്താണ്. എത്രയോ ലോങ്ങിലാണ് കിടക്കുന്നത്. നല്ല കോട പൊതിഞ്ഞിട്ടാട്ടോ അതിൻ്റെ ചുറ്റും കിടക്കുന്നത്. നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വയനാട് ചുരത്തിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ചായ കുടിക്കൽ മസ്റ്റാണല്ലോ. ഇവിടുന്ന് ചായ കുടിക്കാതെ പോകുന്നവരാരല്ലേ ഉള്ളത്? എല്ലാവരും ഇവിടെ നിർത്തി ചായ കുടിച്ചിട്ടാണ് പോവുക. പിന്നെ ചായ ഇഷ്ടപ്പെടാത്തവർ ഉണ്ടെങ്കിൽ ചിലപ്പം ഇവിടെ നിർത്താതെ പോകുന്നവരുണ്ടാകും. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തും പോകുന്ന സമയത്തൊക്കെ ചായ കുടിച്ചിട്ടാണ്. ചായ കുടിക്കാത്തതുകൊണ്ട് ലൈമും സ്നാക്സും ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.